കർത്താവിൻ്റെ മേശ ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വിശുദ്ധിയോടെ പങ്കാളിയാകുവാൻ സ്വർഗത്തിലെ കൃപ നമ്മളതിൽ പകരട്ടെ എന്ന് നാം അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏവരും ഈ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കാളികൾ ആകാവുന്നതാണ്. സ്നാനപ്പെടാത്ത ആദ്യം തന്നെ ഇത് കൈവിട്ടരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ മേശ വിശുദ്ധമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുവാനും സ്മരിക്കുവാനും ഓർക്കുവാനും ദൈവം നമുക്ക് മുന്നൊരുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് കർത്താവിൻ്റെ മേശ എന്നുള്ളത്. ഹല്ലേലൂയ. അശുദ്ധിയോടോ പാപം ചെയ്തിട്ടോ കുറ്റബോധത്തോടു കൂടിയോ എടുക്കേണ്ട സംഭവമല്ല കർത്താവിൻ്റെ മേശ. വളരെ ഭക്തിയോടെ, വളരെ ആത്മനിറവോടെ, അശുദ്ധാത്മാവിൻ്റെ നിറവോടെ, വിശുദ്ധിയോടെ എടുക്കേണ്ടതാണ് കർത്താവിൻ്റെ മേശ എന്ന് പറയുന്നത്. നമ്മളത് കൃത്യമായി അത് ചെയ്യുന്നവരാണ്. മാക്സിമം കൃത്യമായി അത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. ഒരാഴ്ച നിങ്ങൾക്ക് കുറ്റബോധമുണ്ട്, നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ കർത്താവിൻ്റെ മേശ എടുത്തില്ലെങ്കിലും ആരും ഒന്നും തരുന്നില്ല. പക്ഷേ അതിൽ എടുക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ, വളരെ വിശുദ്ധിയോടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നമ്മൾ വായിക്കുന്ന എല്ലാ കർത്താവിൻ്റെ മേശ ഉള്ള സമയത്തും വായിക്കുന്ന വാക്യമുണ്ട്. അത് എന്താ കുറച്ച് ഭാഗങ്ങളുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം ഒന്നെടുക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 22 മുതൽ ചില വാക്യങ്ങളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചുകൊണ്ട് രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി കുലുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ. അപ്പോൾ പൗലോസ് വ്യക്തമായിട്ട് പറയുകയാണ്, ഞാനിത് എന്ത് ചെയ്തു? സ്ഥാപിച്ചത് കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. ക്രിസ്തു തന്നെയാണ് ഇത് സ്ഥാപിച്ചത്. ക്രിസ്തുവിന്റെ വാക്കുകളുമായിട്ട് ഈ വാക്യങ്ങളെല്ലാം ഇണക്കിയിരിക്കുകയാണ്, അങ്ങനെ കോർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, അല്ല ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ. അല്ല പിന്നെന്താണ്? കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി തുടങ്ങി. അപ്പോൾ കർത്താവിനെ കാണിച്ചു കൊടുത്ത ആ രാത്രിയിൽ യേശു ഈ പെസഹ ആചരിക്കാൻ വേണ്ടി കൂടി വന്ന സമയം. ഹല്ലേലൂയ. പെസഹയുടെ ആ ശുശ്രൂഷ കഴിഞ്ഞ അനന്തരം, പെസഹയുടെ ശുശ്രൂഷ കഴിഞ്ഞ അനന്തരം ആ പെസഹയ്ക്ക് വേണ്ടി വെച്ചിരുന്ന അപ്പത്തിലെ ഒരപ്പം എടുത്താണ് ദൈവീക ശുശ്രൂഷ കർത്താവ് നിർവർത്തിച്ചത്. അപ്പൊ തന്നെ പെസഹയുടെ ചടങ്ങുകൾ വേറെ ഉണ്ട്, ഒത്തിരി ചടങ്ങുകളുണ്ട്. പെസഹയുടെ ചടങ്ങുകൾ വേറെ ഉണ്ട്. അപ്പൊ പെസഹയുടെ അപ്പവും പെസഹയുടെ ബീജും പെസഹയുടെ ഭക്ഷണവും ഒക്കെ അവിടെ എന്തുണ്ട്? വിവിധ രീതിയിലുള്ള ഭക്ഷണങ്ങളുണ്ട്. അപ്പൊ അവർ ക്രമപ്രകാരം ചെയ്തതുപോലെ പെസഹ ആചരിച്ച അനന്തരം എന്ത് ചെയ്തു? യേശു അതിലെ ഒരു അപ്പം എടുത്താണ് വാഴ്ത്തി നുറുക്കുവാനായിട്ടിടയായി. ഇതെന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ എന്ത്? കർത്താവിന്റെ മേശ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ ഒന്ന് ഓർക്കുക, യേശുവിനെ ഒന്ന് ധ്യാനിക്കുക. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗം, യേശു നമുക്ക് വേണ്ടി ചെയ്ത കഷ്ടതകൾ, യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ സഫറിങ് നമ്മൾ ഒന്ന് ഉൾക്കൊള്ളുക. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിശുദ്ധിയെ ഒന്ന് പുതുക്കുക. രണ്ട് കുദാശകളെ വചനത്തിലേ നമുക്ക് നൽകുന്നുള്ളൂ. അപ്പൊ ഒന്ന് സ്നാനവും, 2 കർത്താവിന്റെ മേശയുമാണ്. അപ്പോസ്തലിക ഉപദേശങ്ങൾ വേറെ ഉണ്ട്. നമ്മളത് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തലിക ഉപദേശങ്ങൾ വേറെ ഉണ്ട്. പക്ഷേ കർത്താവ് ദൈവം നമുക്ക് ഒരുക്കി തന്ന ആ കർത്താവിന്റെ ഉപദേശങ്ങളിലും സ്നാനവും കർത്താവിന്റെ മേശയുണ്ട്. പ്രധാനമായിട്ട് സ്നാനപ്പെട്ടവനാണ്
ഈ കർത്താവിന്റെ മേശയിലേക്ക് എന്ത് ചെയ്യുന്നത്? സ്നാനപ്പെട്ടു പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുഴുകൻ സ്നാനം ഏറ്റ പ്രിയപ്പെട്ടു. സ്നാനമേറ്റവരെങ്കിൽ പോലും അശുദ്ധ ജീവിതം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. ഒരിക്കൽ ഞാനിങ്ങനെ കർത്താവിന്റെ മേശ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഓരോ അച്ഛൻ അപ്പം എടുത്തു, വീഞ്ഞെടുത്തിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തുമാത്രം ഉചിതരമായ ഒരു തെറ്റാ ചെയ്തെന്നറിയാമോ? അപ്പം എടുത്ത് സ്വതന്ത്രം ചെല്ലി വീഞ്ഞെടുക്കാൻ പറഞ്ഞില്ല. അന്ന് ഈ ക്ലാസ് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുമല്ലോ, പുള്ളി കുടിക്കത്തില്ല. പുള്ളി വിധേയപ്പെട്ടെങ്കിലല്ലേ കൊടുക്കുക. പിടിച്ചു വായി വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പിടിച്ചു വായി വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പുള്ളി അത് വിധേയപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? പുള്ളി വായൊക്കെ വെട്ടിച്ചു മാറ്റി. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം കൊണ്ടിട്ടു. എന്നിട്ടും എന്ത് ചെയ്തില്ല? സഹോദരിമാരുടെ ഇടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും 2ാമതൊന്നും കൂടെ. എന്നിട്ടും എന്ത് ചെയ്തില്ല? ഭയങ്കര ടെൻഷനായിരുന്നു. ചെയ്യണമെന്ന് എനിക്കും അറിയില്ല, എൻ്റെ കൺട്രോളെല്ലാം പോയി. എന്ത് ചെയ്യുന്നത് അറിയില്ല, എന്താ റീസൺ ഒന്നും അറിയില്ല, എന്താ റീസൺ അറിയില്ല. വളരെ ബുദ്ധിമുട്ടില്ല. എങ്ങനെയോ പ്രാർത്ഥിച്ച് ആരാധന എന്ത് ചെയ്തു? ആശ്രമാനം പറഞ്ഞ നിർത്തി. എന്നിട്ട് ജനത്തോട് പറഞ്ഞു. ജനമെല്ലാം മനസ്സിലായി, ജനത്തിനെല്ലാം മനസ്സിലായി. എന്നിട്ട് 2ാമതും 3ാമതും ഞാൻ അടുക്കൽ ചെന്നപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു, മനസ്സിലായി. അതാണ് ഒരു രീതിയിൽ ആരാധന പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്തൃമേശയിൽ വീഞ്ഞെടുത്തിട്ടില്ല, ആ വിഷയം സംബന്ധിച്ച് ഇനി ആരും ഇതിനകത്ത് എന്ത് ചെയ്തു? സംസാരിക്കല്ലേ, വെക്കണം. ഞാൻ പോയി റൂമിലോട്ടൊക്കെ എന്നോട് എനിക്ക് അത്ര സഹിച്ചില്ല. അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ പോയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ റൂമിലേക്ക് കയറി പെട്ടെന്ന് എന്ത് ചെയ്തു? കഥ അടച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാവരും ആരാധന കഴിഞ്ഞ് എല്ലാവരും എന്ത് ചെയ്തു? പിറ്റേന്ന് 2-3 ആഴ്ച ഞാൻ പോയില്ല. കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ശരീരത്തെ അപമാനിച്ചതാണ്. യേശുവിനെതിരെ എന്ത് ചെയ്യാണ്? അപമാനിച്ചതാണ് ഇത് ചെയ്തത്. അതൊരു പരസ്യമായിട്ട് സഭയിൽ വന്ന് ക്ഷമ ചോദിക്കാതെ ഇനി കർത്തൃമേശ എന്ത് ചെയ്യുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത കർത്തൃമേശയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം അന്ന് തന്നെ എന്ത് ചെയ്തു? ക്ഷമ എന്നോട് ചോദിച്ചെങ്കിലും എഴുന്നേറ്റ് നിന്ന് സമാനത്തെ രംഗത്തിൽ ക്ഷമ വെച്ചു. ഹല്ലേലൂയ. അവിടെ ചിന്തിച്ചു നോക്കിയേ, സ്തോത്രം. ഗൗരവമായിട്ട് എടുക്കേണ്ട, ഈസി ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. സാമുദായിക സമയങ്ങളൊക്കെ ആക്കി മദ്യപിച്ചിട്ട് വന്ന് എടുക്കുന്നവരുണ്ട്, എനിക്കറിയാം. ഇത് കഴിച്ചിട്ട് പോയി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ ഷാപ്പിൽ കയറിയിട്ടേ പോകും. ഈ വിശുദ്ധ വസ്തു വായിൽ വെച്ച് ഉപയോഗിച്ചിട്ട് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ എന്ത് ചെയ്യും? ഷാപ്പിൽ കയറി കുടിച്ചിട്ട് പോകും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ലാഘവത്തോടെ ചെയ്യുന്ന ശുശ്രൂഷയല്ല കർത്താവിന്റെ മേശ. പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു ചെയ്യുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നിറക്കെ, ഇതെന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. കർത്താവിന്റെ മേശയെ അപമാനിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ശിക്ഷാവിധിക്ക് യോഗ്യനായിത്തീരും. അതുപോലെ ചിന്തിച്ചു നോക്കിയേ. അപ്പം ഈ കർത്താവിന്റെ മേശ ഗൗരവമാണ് കേട്ടോ. എന്നാൽ ചിലയിടത്തെങ്കിലും കേട്ടോ, ചിലയിടത്തെങ്കിലും, നമ്മുടെ ഇടയിലൊന്നും ഇല്ല, ചിലയിടത്തെങ്കിലും ഇതിനെ അപമാനിക്കുന്ന രീതിയിലുള്ള അത്ര ഗൗരവം ഇല്ലാത്തത് കൊണ്ട്. പണ്ട് പിള്ളേരെല്ലാം മുമ്പ് ഒരിടത്ത് തട്ടിത്തെറിപ്പിച്ചു എന്നൊക്കെ എന്ത് ചെയ്യും? പക്ഷേ ആ തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹത്തിന്റെ കാലെന്ത് ചെയ്യും? മുറിച്ച് കളയുന്ന ഒരു സിറ്റുവേഷൻ വന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കി. അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആ തട്ടിയ കർത്താവിന്റെ മേശ തട്ടിയ ആ കാലെന്ത് ചെയ്തു?
ആക്സിഡന്റ് ഉണ്ടായി, അത് ഡെഡായി പോയി, ആ കാലം മുറിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. കർത്താവിന്റെ മേശയോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അലക്ഷ്യ ഭാവത്തോടു കൂടി സമീപിക്കാൻ പാടില്ല. സ്തോത്രം. സമീപിക്കാൻ പാടില്ല. അത്രയ്ക്ക് വിശുദ്ധിയോടെ ഭക്തിയോടെ മാത്രമേ ഇതിൽ നിന്ന് പങ്കാളിയാകാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അത്രയ്ക്ക് ഗൗരവമൊക്കെ കർത്താവിന്റെ മേശയോടുണ്ട്. നമ്മളെല്ലാം അത് ചെയ്യേണ്ടതാണ്. നമ്മളെല്ലാം അത് ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. അവർ തെറ്റ് ചെയ്തിട്ട് ഇതിൽ തൊടാൻ പാടില്ലെന്ന് നിങ്ങൾ അവരെ ഉപദേശിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമ ചോദിച്ചു ഞാൻ ഒരു കർത്താവിന്റെ മേശയോടുള്ള പറയാറുണ്ട്. ഏത് തെറ്റാണെങ്കിലും ഇനി ഞാൻ ആവർത്തിക്കില്ല, കർത്താവിനെ അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ട് എടുക്കാം. നോക്കോളാം. ആർക്കും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആർക്കും ഞാൻ ഇനി ഇന്ന ബോധം എനിക്കൊണ്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ദിവസം കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവിനെ ഭയങ്കരമായിട്ട് ശാസിച്ചു. ശാസിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഇനി പാപം ചെയ്താൽ, നീ എന്നിട്ട് കർത്താവിന്റെ മേശയിൽ തൊട്ടാൽ, ഞാൻ നിന്റെ പ്രിയപ്പെട്ടതിനെ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തെ ഭയങ്കര ചാട്ടുളി പോലെ അത് കയറിയത്. നിനക്ക് പ്രിയപ്പെട്ടതിനെ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞാൻ മാറ്റിക്കളയെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. അന്ന് സ്റ്റോപ്പ് ചെയ്തു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, തെറ്റ് ചെയ്തിട്ട്, പാപം ചെയ്തിട്ട്, അശുദ്ധി ചെയ്തിട്ട് കർത്താവിന്റെ മേശയിൽ കൈനീട്ടുവാൻ ആർക്കും അവസരമില്ല. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി വ്യക്തമായി ഇടപെടുമെന്നാണ്. തെറ്റ് ചെയ്തവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം കൊടുക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുന്ന പരിശുദ്ധാത്മാവ്. പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ബോധം വരുത്തും, ഹല്ലേലൂയ, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. ഹൃദയത്തിലൊക്കെ ചിലപ്പോൾ കാണും ചില തെറ്റിന്റെ അനന്തരഫലമാണ് ഞാൻ അനുഭവിക്കുന്ന ചില വ്യഥകളുണ്ട്. ചിലപ്പോഴൊക്കെ ചിലരുടെയെങ്കിലും ഹൃദയത്തിന്റെ അകത്ത് നീറി പുകയാറില്ലേ? ഉണ്ടോ? ചിലരുടെയൊക്കെ ഹൃദയത്തിനകത്ത് നീറി പുകയാറുണ്ട്. ദൈവം തമ്പുരാനത് ക്ഷമിച്ചെങ്കിലും പലപ്പോഴും ഓർക്കുമ്പോൾ നീറി പുകയുന്നത് പരിശുദ്ധാത്മാവ് ബോധ്യം നൽകുന്നത് ഞാൻ ചെയ്ത തെറ്റിന്റെ പരിണിതഫലമാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ചില വ്യഥകളെന്നും ചില വേദനകളെന്നും ചിന്തിച്ച് നീറിന്റെ ആളുകളുണ്ട്. അപ്പൊ നിങ്ങളോട് ദൈവം ക്ഷമ ചെയ്യണം. പക്ഷെ പാപത്തിന്റെ അനന്തര ഫലം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ ജനമേ, ഇത് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് വിശുദ്ധിയോടെ എടുക്കേണ്ടവരാണ്. സമുദായത്തിൽ എടുക്കുന്ന ലാഘവത്തോടെ അല്ല ബന്ധപ്പെട്ട സഭയിൽ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. വ്യത്യസ്തം. അടുത്ത വാക്യത്താൽ വാക്യം വാക്യാമോ? അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും ഓർമ്മയ്ക്കായി ഇത് ചെയ്യുകയും. രക്തത്തിൽ പുതിയ നിയമമാകുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് പുതിയ നിയമം താൻ സ്ഥാപിക്കുകയാണ്. ഹല്ലേലൂയ. പുതിയ നിയമം താൻ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യേശുവിന്റെ രക്തം കൊണ്ട് പുതിയ നിയമത്തെ ഉറപ്പിച്ച കർത്താവ് ഇത് എന്റെ ഓർമ്മയ്ക്കായി. അടുത്ത വാക്യം കൂടെ, നിങ്ങൾ
അവന്റെ മരണത്തെ പ്രസ്താവിക്കും. കാരണം കർത്താവ് വരുവോളം തന്റെ മരണത്തെ പ്രസ്താവിക്കും. കേട്ടോ, ഇത് കർത്താവിന്റെ മരണത്തെ വരുവോളം ക്രിസ്തുവിന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ വേണ്ടിയാണ് ഹല്ലേലൂയ ഈ കർത്താവിന്റെ മേശ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ, കർത്താവിന്റെ മരണത്തെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് കർത്താവിന്റെ വചനത്തെ വിളിച്ചറിയിക്കുവാൻ ഹല്ലേലൂയ ഇത് നമ്മൾ ആചരിക്കുവാനായി ഇടയായി തീരുന്നു. അപ്പോ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞോണം വിശുദ്ധിയോടെ. ചിലർ അവിടെ തന്നെ വായിക്കുന്നുണ്ട്, ചിലർ രോഗിയാകുന്നു, ചിലർ എന്ത് ചെയ്യുന്നു, മരണം വരെ സംഭവിക്കുന്നു. ചിലർ രോഗിയാവും. വായിച്ചാട്ടെ. ഇത് ഹേതുവായി പലരും ബലഹീനരും രോഗികളും. അപ്പം പലരും ബലഹീനരും രോഗികളും നിദ്രയും നിത്യനാശത്തിലേക്ക് പോകും, നിത്യമരണത്തിലേക്ക് പോകും. പലരും ബലഹീനത എന്ന് പറഞ്ഞാൽ അശുദ്ധമായിട്ട് ദൈവം കുറ്റബോധം നൽകിയിട്ടും അത് വീണ്ടും വീണ്ടും ചെയ്ത് ആവർത്തിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്ന ബലഹീനത. പല വിശ്വാസികളുടെ അകത്തുള്ള പല ബലഹീനത ഇങ്ങനെ ആര് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്തില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞത്? ആര് പ്രാർത്ഥിച്ചാലും ഇങ്ങനെയുള്ള ബലഹീനതകളാണ്. ചിലർ രോഗികളാകുന്നു, ചിലർക്ക് ആത്മീക മരണം സംഭവിക്കുന്നു, ചിലർക്ക് ആത്മീക മരണം സംഭവിക്കുന്നു. ഇന്ന് പകൽ ഗൗരവത്തോടെ നമ്മുടെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട്, കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ മേശയിൽ പങ്കാളിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകണം. രോഗികളായി തീരാൻ വേണ്ടിയല്ല, ജീവൻ പ്രാപിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. പലരും ജീവൻ പ്രാപിക്കും. ഈ അപ്പവിശുദ്ധിയോടെ പങ്കച്ച ചില രോഗബന്ധനങ്ങൾ അറിയും, ചില രോഗങ്ങൾ മാറിപ്പോകും. ആത്മീക ജീവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും, ദൈവിക ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ദൈവത്തിന്റെ മഹത്വം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും, ദൈവ തേജസ് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. കർത്താവിന്റെ ആ ക്രൂശ് വചനത്തോട് അതിനെ നമുക്ക് ഏകീഭവിക്കുവാനായിട്ട് കഴിയും. മനസ്സിലായോ? അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം ഭക്തിയോടെ വിശുദ്ധിയോടെ എടുത്താൽ ഇത് നമ്മുടെ ഹൃദയത്തിൽ അനുഗ്രഹം കൊണ്ടെത്തിക്കുന്നതാണ്, നന്മ കൊണ്ടെത്തിക്കുന്നതാണ്. വിശുദ്ധിയുടെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ കഴിയോ, ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുവാൻ കഴിയോ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ കർത്താവിന്റെ മേശയിൽ വളരെ ദൈവകൃപയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇതിൽ പങ്കാളിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകുക. നിമിഷം എല്ലാവരോടും പ്രാർത്ഥിച്ചാൽ ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് പങ്കാളിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ ഇന്ന് പകൽ എല്ലാവരെയും വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി